ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കമൻറ്റ് സെഷനിൽ കൂടി ഞാൻ വായിക്കാനിടയായ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: കർത്താവെ, എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരെല്ലാം നശിച്ചു പോകട്ടെ എന്നാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വേദനയുണ്ടായി. ഒരു ക്രിസ്തു വിശ്വാസിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇങ്ങനെയായിരുന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പീഡാസഹനങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ എത്രമാത്രം അവൻ പറയണമായിരുന്നു: പിതാവേ, എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ, എന്നെ കുത്തിമുറിവേൽപ്പിക്കുന്നവർ എല്ലാം നശിച്ചു പോകട്ടെ എന്ന്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പീഡാസഹനത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി അവൻ പീഡകൾ സഹിച്ചു. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരെ നോക്കി അവൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. യേശുവിൻ്റെ അനുയായികളായ നാം ഓരോരുത്തരും മറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? അതിനാൽ കർത്താവിനോട് മാപ്പ് പറയുക. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്: നിന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുവിൻ എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. അതിനാൽ ക്രിസ്തു വിശ്വാസികളായ നാം ഓരോരുത്തരും മറ്റുള്ളവരെ ശപിക്കാൻ ശ്രമിക്കരുത്. നമ്മെ പീഡിപ്പിക്കുന്നവരെ തകർക്കാൻ ശ്രമിക്കരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അരുത്. എന്തെന്നാൽ നാം കൊടുക്കുന്നത് നമുക്ക് കിട്ടും. നാം നല്ലത് കൊടുത്താൽ ആ നല്ലത് നമുക്ക് കിട്ടും. നാം തിന്മ കൊടുത്താൽ നമുക്കും ആ തിന്മ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തെ ആത്മശോധന ചെയ്യാം. കർത്താവിൻ്റെ വഴിയെ ആണോ ക്രിസ്ത്യാനിയായ ഞാൻ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 2025 വർഷം തുടങ്ങിയപ്പോൾ നാം പല തീരുമാനങ്ങളും എടുത്തു. എന്നാൽ എത്ര തീരുമാനങ്ങൾ അത് പൂർത്തീകരിച്ചു എന്ന് നമുക്ക് മാത്രമേ അറിയാവൂ. അതുപോലെ തന്നെ 2026 വർഷം തുടങ്ങാൻ പോകുന്നു. ഈ പുതിയ വർഷത്തേക്ക് പുതിയ തീരുമാനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം, തുടങ്ങണം. എൻ്റെ ഒരു എളിയ അഭിപ്രായം ഇതാണ്: നിങ്ങൾ ജാനുവരി 1 മുതൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ കാര്യങ്ങളെ അത് ഡിസംബർ 1 മുതൽ ചെയ്തു തുടങ്ങാൻ ശ്രമിക്കാമെങ്കിൽ നിങ്ങൾക്ക് ജാനുവരിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ അറിയാം. അതിനാൽ ഒരു മാസത്തേക്ക് നീട്ടിവെക്കാതെ ഇപ്പോൾ തന്നെ, ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്തു തുടങ്ങുക. തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങുക. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ നമുക്ക് നിറയാം. നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ നാളെയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലെത്തുമോ പരാജയത്തിലെത്തുമോ എന്നുള്ളത് വ്യക്തികളെക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കൾ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ തീരുമാനങ്ങളെ, ഈ മാസം മുഴുവനും നാം എടുക്കുന്ന തീരുമാനങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതിനും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മെ കരുതലോടെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6 അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു,
ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ഒരു പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ വീണ്ടും ആയുസ്സും ആരോഗ്യവും നൽകി വിളിച്ചുണർത്തിയതിനു വേണ്ടി അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ, നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അവർ എങ്ങനെ ഞങ്ങളോട് പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോടും പെരുമാറുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ എടുക്കുന്ന പുതിയ തീരുമാനങ്ങളെ അത് നിവർത്തിയാക്കാൻ, അത് വിജയത്തിലെത്തിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമാണ്. ഞങ്ങൾ ഓരോ ദിവസവും മുൻകൂട്ടി തീരുമാനിക്കും എങ്കിലും അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കർത്താവേ, ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങൾ, ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭങ്ങൾ, ഞങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഈ മാസം തന്നെ ചെയ്തു തുടങ്ങുവാൻ, അതെത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് നോക്കുവാൻ ഈ മാസം ഞങ്ങൾക്ക് പ്രത്യേക കൃപ തരണമേ. ഈ ഡിസംബർ മാസത്തെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ഈ ഡിസംബർ മാസത്തിൽ കർത്താവേ, നിന്റെ കൃപ ഞങ്ങൾക്ക് കൂടുതലായി ആവശ്യമുണ്ട്. എന്തെന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തതിലും കുറച്ചുകൂടി നന്മ ചെയ്യുന്നതിന്, കുറച്ചുകൂടി ഫലപ്രാപ്തിയുള്ള ജീവിതം നയിക്കുന്നതിന്, കുറച്ചുകൂടി കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നതിന്, ജീവിക്കുന്നതിന്, ചിന്തിക്കുന്നതിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകി, പുതിയ ആശയങ്ങൾ നൽകി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുവചനമനുസരിച്ച് ഞങ്ങൾ ആരെയും ദ്വേഷിക്കരുത്. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും അവർ തകരാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന് ഞങ്ങൾ അങ്ങയോട് ഏറ്റുപറയുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് അറിഞ്ഞ് നന്മ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾ നടക്കുന്നതിന്, ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് നിന്നെ അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കുവിൻ എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഇന്ന് എല്ലാവരോടും കരുണ കാണിക്കുവാനും ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും ഞങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ തകർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ തിരുവചനം പറയുന്നു, ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. കർത്താവേ, ഇത് നിന്റെ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ നഷ്ടം സഹിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. കർത്താവേ, നിന്നെ അനുകരിക്കുന്നതിന്, നിന്റെ നീതിയുടെ പാതയിൽ നടക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ കാത്തു സൂക്ഷിച്ച് ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ വഴി നടത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ നിയോഗത്തെ നീ സാധിച്ചു തരണമേ. കർത്താവേ, ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാൻ, അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വിജ്ഞാനവും വിവേകവും നൽകി, പുതിയ ആശയങ്ങൾ നൽകി, പുതിയ കാഴ്ചപ്പാടുകൾ നൽകി, ദൈവം തരുന്ന ഓരോ അവസരവും ഇനി ഉപയോഗപ്രദമാക്കാൻ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യണം, ഉയരണം എന്ന ഒരു വാശി ഞങ്ങളുടെ ഉള്ളിൽ ഇന്ന് നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിൽ നിന്ന് അലസതയും മടിയും എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്ന സ്വഭാവവും ഒന്നിലും താല്പര്യമില്ലാതെ തീക്ഷ്ണതയില്ലാതെ ജീവിതത്തിൽ ഉന്നത നിലവാരത്തിലെത്തണം എന്ന ഒരു ആഗ്രഹമില്ലാതെ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന ഞങ്ങൾക്ക് ഈ മാസം ഒരു പുതിയ കൃപ നൽകി ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിനുള്ള കഠിനാധ്വാനം ചെയ്യാൻ കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഒരു കാര്യം എങ്കിലും ഇന്ന് ഈ പുതിയ ദിവസം, ഈ ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് ചെയ്തു തുടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനേകം വർഷങ്ങളായി ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമെങ്കിലും ഇന്ന് ഈ ദിവസം ചെയ്തു തുടങ്ങാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി ദൈവകൃപ ഞങ്ങൾക്ക് കൂടുതലായി നൽകി ഞങ്ങളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹിതപ്രകാരം എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ നടക്കുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവെ, ആരും തകർന്നു പോകാൻ ഞങ്ങളിനി പ്രാർത്ഥിക്കുകയില്ല. ഞങ്ങളുടെ ശത്രുക്കൾ പോലും തകർന്നു പോകാൻ ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല. എന്നാൽ അത് നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകൃതത്തിന് എതിരാണ്. അതിനാൽ തന്നെ ഞങ്ങളെ ദ്വേഷിക്കുന്നവരെ, ഞങ്ങളെ തകർക്കുന്നവരെ, ഞങ്ങളെ ശപിക്കുന്നവരെ വാനോളം നീ ഉയർത്തി അനുഗ്രഹിക്കണമേ. ഒപ്പം ഞങ്ങൾക്ക് നല്ലൊരു പ്രതിഫലം നൽകി, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം നൽകി, ഞങ്ങളുടെ ചിന്താഗതിക്കുള്ള പ്രതിഫലം നൽകി ഞങ്ങളെയും നീ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് തിന്മ ചെയ്യുന്നവരോടെല്ലാം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കാനും ഞങ്ങളെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നന്മ ചെയ്യുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഏറ്റവും കുറഞ്ഞത് ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വരെ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച, ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ച എല്ലാവർക്കു വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ നീ അനുഗ്രഹിക്കണമേ, അവരെ നീ ആശീർവദിക്കണമേ. ഞങ്ങളെക്കാൾ കൂടുതലായി നീ അവരെ അനുഗ്രഹിക്കണമേ.
കർത്താവേ, ഞങ്ങളെ സഹായിച്ച ഓരോ വ്യക്തിക്കു വേണ്ടിയും ചെറുതും വലുതുമായ സഹായങ്ങൾ ആരൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകിയോ, ഞങ്ങളെ പ്രതി മറ്റാർക്കെങ്കിലും നൽകിയോ, അവരെയെല്ലാം നീ 100 ഇരട്ടി നന്മ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ പുതിയ മാസത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് വരെ ജീവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നല്ല ചിന്താഗതിയുള്ള, നല്ല കാഴ്ചപ്പാടുകളുള്ള, ദീർഘവീക്ഷണമുള്ള ഒരു നല്ല ജീവിതത്തിന് ഉടമകളാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ മാതാപിതാക്കളെയും അവരുടെ മക്കളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പ്രദീപ് എന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും കാരണം തകർന്നു പോകാൻ പോകുന്ന ഈ മകൻ്റെ ജീവിതത്തെ ഇന്ന് നീ സ്പർശിക്കണമേ. അവനെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തി നൽകി അവൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളെ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച്, അവസരങ്ങൾ ഉപയോഗിച്ച് മറികടക്കുന്നതിന് ആ മകനെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗിൽബർട്ട്, ടെൽമ, ജോഷി എന്ന ഒരു കുടുംബത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ നീ ആശീർവദിക്കണമേ, ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ നിയോഗങ്ങളും സാധിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ദൈവമേ, പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാകാൻ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ പ്രത്യേകമായി നീ കാത്തു പരിപാലിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പുതിയ മാസത്തിൻ്റെ ഈ പുതിയ ദിവസം നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണവും നിന്റെ അത്ഭുത മധ്യസ്ഥതയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മേലെ എപ്പോഴും ഉണ്ടാകണമേ. മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ ഇന്ന് തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് മുതൽ ഞങ്ങൾ ചില നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനുള്ള പ്രത്യേക കൃപയ്ക്കു വേണ്ടിയും ദൈവിക ജ്ഞാനത്തിനു വേണ്ടിയും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി ഞങ്ങളിൽ രോഗികളായവർക്ക് രോഗശാന്തിക്കു വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ സകല കൃപാവരങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിക്കട്ടെ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഫലപ്രദമാകുന്നതിനും വിജയിക്കുന്നതിനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ യാത്രകളിൽ കർത്താവ് കൂടെ ഇരുന്ന് സംരക്ഷിക്കട്ടെ. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിച്ച് തിരികെ സുരക്ഷിതമായി ഭവനത്തിലെത്താൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.